ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം എന്നാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ആ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. സ്കിസോഫ്രീനിയ, ലവേഴ്സ്, കോംപ്രമൈസ്, കണ്ടീഷനിങ്, നത്തിങ്നെസ്, ദ മൈസർ. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ചോയ്സ് കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റേതോ കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ വരുമ്പോഴത്തേക്കും അത് ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണമായിട്ട് പറയുന്നത് പോലെ ഏത് തള്ളണം ഏത് കൊള്ളണം എന്നറിയാത്തൊരവസ്ഥ. തീർച്ചയായിട്ടും ഈ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചത് ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതുള്ളത് കൊണ്ട് മാത്രം സ്മൂത്തായിട്ട് പോകാത്തൊരു റിലേഷൻഷിപ്പായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡാണ്. അത് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയാലും, അല്ല ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡബിൾ മൈൻഡ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതായത് ഒരു പ്രോപ്പറായിട്ട് മനസ്സാന്നിധ്യം കിട്ടാത്തൊരവസ്ഥ. എന്നാൽ നമ്മളൊരു പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് വ്യക്തികളും തമ്മിലുള്ള ഒരു കണക്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു DFDM എനർജീസ് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വിട്ടു പോകാനും കഴിയുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുന്നുണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒന്നുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരിക്കും. മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അതിനകത്തൊരു സ്റ്റക്നെസ് ചിലപ്പോൾ അനുഭവപ്പെട്ടെന്ന് വരാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജീസ് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കത് വിട്ട് കളയാൻ കഴിയില്ല. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാവാം പലപ്പോഴും, ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വിട്ട് വിട്ട് കൊടുത്താലോ. ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ പോയിക്കോട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ, ഞാൻ ഇനി ഇതിൽ നിന്ന് ഒഴിവാകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എന്തോ ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇമോഷൻസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. നിങ്ങൾക്കിത് വിട്ട് കളയാനേ പറ്റുന്നില്ല. എന്നാൽ അതേസമയം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം വല്ലാതെ ഇതിനകത്ത് നിങ്ങളെ ചിലപ്പോൾ അലട്ടുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജീസ് നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുന്നത് പോലെ ആ ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം നിൽക്കുന്നു, രണ്ട് കാര്യങ്ങൾ വരുന്നു, ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒന്ന് ഒത്തുപോകാനുള്ള ഒരു ശ്രമമോ കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ അത് ഫുൾഫിൽ ആയിട്ടുണ്ടാവണം എന്നില്ല. അതായത് ഇപ്പോൾ നിൽക്കുന്ന വ്യക്തി തിരിച്ചു വരിക, തിരിച്ചു വന്നു കഴിഞ്ഞാലും അതിനകത്ത് ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി പോകാനായിട്ട് കഴിയുന്നില്ല. വീണ്ടും ഡൗൺഫോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു കോംപ്രമൈസ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഒരു ഹാഫ് ഹേർട്ടഡ് ആണ്. എപ്പോഴും ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത് ആ ഒരു വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. കാരണം നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വേണം. ഈ പറഞ്ഞ ഒരു കാര്യമാണ് രണ്ട് ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ളൊരു പൊരുത്തപ്പെടാനായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു അകൽച്ച അടുപ്പമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലർക്കും അത് വിജയിച്ച് കാണണമെന്നില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ വിസിബിൾ ആയിട്ട് തന്നെ കാണാം. എന്നാൽ ഇത് കളഞ്ഞിട്ട് ഇറങ്ങി പോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതും പറ്റാത്ത ആരുടെയൊക്കെ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഒരു സ്റ്റക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണോടുള്ള ഒരു ഒബ്സഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അത്രത്തോളം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും, അല്ലാന്നുണ്ടെങ്കിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ലൈഫിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജീസാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളുടെ എനർജീസാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ട്രസ്റ്റ് പ്രോസസ്സ് എന്നുള്ളൊരു സ്റ്റേജിലാണ് നിങ്ങൾ. ഒരുപാട് ഒരു കോംപ്ലിക്കേഷൻസ്, സ്റ്റക്നെസ്, ഇൻഡിസിഷൻ എനർജീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കാം, ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. Tower, the Moon, Judgment, Queen of Cups, Temperance, Knight of Wands, King of Cups, Six of Cups, Page of Wands, the Devil, Six of Pentacles, Nine of Pentacles, Four of Swords, Two of Wands, and King of Pentacles. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പരസ്പരം മനസ്സിലാക്കാനായിട്ടുണ്ടാവാം. നല്ല രീതിയിൽ ട്രസ്റ്റ് ഇഷ്യൂസ്, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഇനിയിപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് ഈ പറയുന്ന രീതിയിലുള്ള പല തോന്നലുകളും കാര്യങ്ങളും ഉള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കാം. അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെന്നുള്ളൊരു സംശയം, ഈ പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ. എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തത ഇല്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്നവർക്ക് അതൊരു വലിയൊരു ഫീലിംഗ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, നിങ്ങളിപ്പോൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും വിട്ടുകളയാൻ മനസ്സില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ കൂടെ വേണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹമുള്ളവരുടെ എനർജീസാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഇതിനകത്തുള്ള ആ ഒരു പരസ്പരം ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകളും കാര്യങ്ങളും തിരുത്താനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് ഇത് പെട്ടെന്ന് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തിയായിരിക്കാം. നമ്മൾ നേരത്തെ സിറ്റുവേഷൻ എടുത്തപ്പോൾ പറഞ്ഞതാണ് അവിടെ ആ ഒരു ചോയ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു കാര്യത്തിലേക്കായിരിക്കും ചിലപ്പോൾ കൂടുതലൊരു പ്രിഫറൻസ് കൊടുത്തതെന്നുള്ളതൊക്കെ. അപ്പോൾ ചിലവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു വലിയൊരു ക്ലാരിറ്റിക്കൊന്നും സമയം കിട്ടിയില്ല. പെട്ടെന്നുള്ളൊരു ഡീവിയേഷൻ. ഇനി ചിലരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പാച്ചപ്പ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഓക്കെ ആയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ആ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന അവസ്ഥകൾ വന്നിട്ടില്ല എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല, അത് നിങ്ങൾ ഇനിയും അവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്.
ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളിൽ നിന്ന് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിച്ച് അത് കംപ്ലീറ്റ്ലി എൻഡപ്പ് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്പറേഷൻ ഫേസൊക്കെ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അങ്ങനെ ചോയ്സോ കാര്യങ്ങളൊക്കെ വന്ന് അതിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പുറത്ത് നിൽക്കുന്ന പേഴ്സൺ 100% വിചാരിക്കാനുള്ള ഒരു സാധ്യത അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണല്ലോ അതിൻ്റെ പുറകെ പോയത്. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ തീർത്തും ഉപേക്ഷിച്ചതായിരിക്കും എന്നൊക്കെയുള്ളൊരു കാര്യം മനസ്സിനകത്ത് ഉറച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ പറയുന്നതല്ല, ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ് മാറിയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ പല എനർജീസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം റിപ്പീറ്റായിട്ട് കയറി വന്നിട്ടുണ്ട്. അതെല്ലാം പറയുന്നത് നിങ്ങളൊന്ന് ശാന്തമായിട്ട് അവരെ മനസ്സിലാക്കാനാണ്. അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കൂ എന്നുള്ളൊരു കാര്യമാണ്. ഒരു ഹറിബറി അല്ല, കുറച്ചൊരു സമയം കൊടുത്തവരെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കൂ എന്നാണ് പറയുന്നത്. അതൊരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാം ആ ഒരു കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് എനർജീസ്. അപ്പോൾ ആ ഒരു DF GM എനർജീസാണ്. ഈ എനർജീസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി അല്ല. എന്നാൽ ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമില്ലാത്ത ആൾക്കാരല്ല. വളരെ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ നല്ല രീതിയിൽ പരസ്പരം മനസ്സിലാക്കി സ്നേഹം ഉള്ള 2 വ്യക്തികൾ, അല്ലെങ്കിൽ അത്രയും ആ ഒരു പരസ്പരം മനസ്സിലാക്കാൻ കഴിവുള്ള കേപ്പബിൾ ആയിട്ടുള്ള 2 വ്യക്തികളുടെ ഒരു എനർജിയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും. ഇപ്പോഴും അവരുടെ മനസ്സിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിൽ അത് മനസ്സിലാക്കൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു അകൽച്ചയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈവൻ വെറും ഒരു ആർഗ്യുമെന്റ്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പോലും ചിലവർ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിട്ടുള്ള നമ്മളുടെ ബന്ധം എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ എത്രത്തോളം അടുപ്പത്തിലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുണ്ട്. വായിൽ തോന്നിയത് വിളിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നാളൊക്കെ എന്താണ് സംഭവിച്ചിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ എന്തായിരുന്നു എന്നുള്ളതൊക്കെ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. കാരണം പെട്ടെന്ന് അവരുടെ ഒരു ഇമോഷണലി സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുന്നൊരു സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെ ശാന്തമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ടൈം ഇവർക്ക് വേണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ചില എനർജീസ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻഷൻ അവിടെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞതുപോലെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു റിപ്പീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒരു കോംപ്രമൈസ് ലെവലിലേക്കൊക്കെ വന്നിട്ട് അകന്ന് പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം അതിന് ചിലപ്പോൾ ഒരു വലിയൊരു ഫാക്ടറായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. അതായത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാലും എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ പഴയതുപോലെ ടൈം ഇപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അതൊരു വ്യക്തി തന്നെ ആവണമെന്നില്ല. ചിലവരെ സംബന്ധിച്ച് അതൊരു അവരുടെ കരിയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീഡ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിനകത്ത് കൂടുതലൊരു സമയം ചെലവഴിക്കേണ്ടുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ടെമ്പറൻസ് എനർജിയാണ്. ദാറ്റ് മീൻസ് ആ ഒരു ഇക്വിലിബ്രിയത്തിൽ പോവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ബാലൻസിങ് ആ ഒരു എനർജിയിൽ പോകാനായിട്ട് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. എന്നാൽ നമ്മളവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ കാര്യങ്ങൾ കൊണ്ടുപോവുക, ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതിനോടൊപ്പം തന്നെ പരസ്പരം ഒരു ഈക്വൽ സ്പേസ് കൊടുത്ത് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. എന്നാൽ അതിനായിട്ട് കുറച്ചൊരു സമയമെടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനായിട്ട് ഒരു പേഷ്യൻസ് ആ ഒരു ലെവൽ ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തികളും ചിലപ്പോൾ വളരെയധികം പൊസസീവ് ആയിരുന്നിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓണായിരുന്നൊരു സമയത്ത് കൂടുതലായിട്ടും ഇവരെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അവിടെ അവർക്ക് ആ ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ ആ ഒരു ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഒരു ഡിസ്റ്റൻസ് ഇടും എന്ന് പറയുന്ന പോലെ തന്നെ അത് ആ ഒരു വ്യക്തിയുടെ സ്പേസ് ആണ്. അപ്പോൾ അതിവിടെ ഈ ഒരു പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വളരെ പൊസസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോളിംഗ് ആയിട്ടൊക്കെയുള്ള ബിഹേവിയർ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് ഇനി ആവർത്തിക്കാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്.
അതിപ്പോൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം, നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള സംഗതികളായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അത് ഇനി റിപ്പീറ്റ് ആവാതിരിക്കാനായിട്ട് എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും തെറ്റുകൾ, അല്ലെങ്കിൽ എന്ത് കാര്യം പറയുമ്പോഴാണ് പെട്ടെന്ന് പ്രൊവോക്ക് ആവുന്നത് എന്നുള്ളത് രണ്ടുപേർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അതിനി റിപ്പീറ്റ് ആവരുത് എന്നുള്ളൊരാഗ്രഹമാണ്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു കൺട്രോളിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവർ ചോദ്യം ചെയ്യുന്നതും ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ആരൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്നുള്ളൊരു സംഗതിയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ള ഒരു മിസ്റ്റേക്സ് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. അല്ലാന്നുണ്ടെങ്കിൽ അതിനി വീണ്ടും ആ ഒരു കാര്യങ്ങൾ തെറ്റിതിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓവറായിട്ട് പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവമോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പാനിക് ആവുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ പെട്ടെന്ന് മൈൻഡ് ഡിസ്റ്റർബ് ആവുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഈ ഒരു പേഴ്സൺ കുറച്ച് നേരം ഒന്നും സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും മിണ്ടിയില്ലെങ്കിൽ പെട്ടെന്നൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നിങ്ങൾ വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫയറി നേച്ചേഴ്സ് പല കാർഡ്സിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം വേണ്ട. നിങ്ങൾ കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് ബാക്ക് എന്ന് പറയുന്നത് പോലെ അത്രയും ആ ഒരു എടുത്തുചാട്ടം പല കാര്യങ്ങളിലും കൊടുക്കരുതെന്നുള്ളൊരാഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു പേഴ്സണോട് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും ആ ഒരു ഒബ്സഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകരുതെന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഈ ഒരു വ്യക്തി ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവാം. അതായത് ഓവറായിട്ട് ഇതിനകത്ത് നിങ്ങൾ എനർജി ഇൻവെസ്റ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അത് ഭാവിയിൽ ദോഷം ചെയ്യുന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അതിവിടെ നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു അഡിക്ഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനില്ല എന്നുള്ളൊരു തോന്നൽ. നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞതാണ്, സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളയാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടിയാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞത്. അതായത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഒബ്സഷൻ, അഡിക്ഷൻ അങ്ങനെയുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പോവാതെ പരസ്പരം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആഗ്രഹം. അമിതമായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഒന്നും എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം അവർ തറപ്പിച്ച് പറയണം. അല്ലെങ്കിൽ നല്ല മെമ്മറീസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളായിരിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത്. അത് മനസ്സിലാക്കണം എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് പല കാർഡ്സിനകത്തുനിന്നും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി പറയുന്നത് പോലും അതാണ്. അവരിൽ ഓവറായിട്ട് അഡിക്റ്റ് ആവുന്നത് അവർക്ക് തന്നെ ഇഷ്ടമല്ല. ചിലപ്പോൾ നിങ്ങളോട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടാവാം. ഇത്രയും ഒരു അഡിക്ഷൻ, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ നീ ഇല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് പോകരുത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സിറ്റുവേഷൻ ഇങ്ങനെയായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ചീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊറ്റ കാര്യമുള്ളൂ. ഇൻറ്റൻഷൻ ചിലപ്പോൾ പലതാണെന്നുണ്ടെങ്കിലും സാഹചര്യവശാൽ ചെയ്തതാണെന്നുണ്ടെങ്കിലും അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് ചീറ്റിംഗ് തന്നെയാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങൾ ഒരു എല്ലാ തരത്തിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം മറന്നു പോകരുത്, കൂടുതലായിട്ട് അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് എന്നുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ആ ഒരു ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് പോലെ ഒരു ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ കലങ്ങി തെളിയാനായിട്ട് ഒരു അവസരം കൊടുക്കുക, ഒന്ന് ശാന്തമായിട്ടിരിക്കുക എന്നുള്ളൊരു സംഗതി നമുക്ക് അവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എവിടെയും പോയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ പഴയതുപോലെ ഇൻവോൾവ് ആവാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അവർ സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നുമില്ല, നിങ്ങൾ വിട്ട് കളഞ്ഞിട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അവർക്ക് കുറച്ചൊരു സമയമാണ് വേണ്ടത്. നിങ്ങൾ ഒരുമിച്ചൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളൊരു ആംഗിളാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥത, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്സഷൻ ആയിക്കോട്ടെ, അതാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കാം. ഇപ്പോൾ ചിലർ പറയാറുണ്ട്, ഇല്ല ഞാനിപ്പോൾ അത്രയും കെയർ ചെയ്യുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ
കുറച്ചൊക്കെ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയവരുണ്ടാവാം. പക്ഷേ സ്റ്റിൽ ഈ പറഞ്ഞ ഒരു എനർജിയിലുള്ളവരെന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ്. അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതലും റെസൊനേറ്റ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമേ സിറ്റുവേഷൻ എടുത്തപ്പോൾ പറഞ്ഞതുപോലെ ഇടയ്ക്കെങ്കിലും ആ ഒരു കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സണിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ എല്ലാം പറഞ്ഞ് തിരുത്താനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സാഹചര്യവും കൂടി അവരുടെ അനുകൂലമല്ല എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 5, നമ്പർ 6, നമ്പർ 14, നമ്പർ 15, നമ്പർ 16, നമ്പർ 17 ആൻഡ് നമ്പർ 20. ഇതുപോലെ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് അക്വേറിയസ്, ലിബ്ര, സ്കോർപിയോ, പൈസസ്, കാപ്രിക്കോൺ, വിർഗോ ആൻഡ് സെജിറ്റേറിയസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇതെങ്കിൽ, ഈ ഒരു പേഴ്സൺ പറയുന്നത് പോലും അവർക്ക് കുറച്ചൊരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയിട്ടില്ല. അവർക്ക് കുറച്ചൊരു ടൈം വേണം, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് വേണം. അതിനുള്ളൊരു സമയമാണ്. അത് നിങ്ങളവരെ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് കാത്തിരിക്കുന്നവരാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ളവരുടെ എനർജീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്രയും വേഗം ആ ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് എന്താണോ, ആ ഒരു സമയത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനും എത്രയും വേഗം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരാനുമായിട്ട്, ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.